അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത് ഇവിടുന്ന് മുകളിലേക്ക് കയറാന്ന് വെച്ചാൽ നമ്മൾ എടുക്കാൻ നിൽക്കണ്ട, താഴെ വരാന്ന് വെച്ചെങ്കിൽ എടുക്കാവുന്ന ഫസ്റ്റ് റേഞ്ച് ഇതായിരുന്നു. ഈ ഒരു റേഞ്ചിലാണ് കൊടുത്തത്. ചെറിയ സ്കാൽപ്പിംഗ് മോഡാണ്, പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്തില്ല കാര്യമായിട്ട്. തിരിച്ചു വന്നു. പിന്നെ രണ്ടാമത് ഇവിടെ ഒരു ബൈ ലെവൽ ഉണ്ടായിരുന്നു, അതും സസ്റ്റെയിൻ ചെയ്തില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒറ്റ വരവാണ്. ഈ വരവിന് പ്രത്യേകിച്ച് പ്രൈസ് ആക്ഷനൊന്നും ഇല്ല. ഒന്നെങ്കിൽ നമുക്ക് പറയാവുന്നത് ഈ ഒരു ബേസ്മെൻറ്റിൻ്റെ ഇപ്പോൾ ഇവിടെ ഒരു ബേസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആ ബേസ്മെൻറ്റ് കൺഫേം ആയിട്ടില്ല. കൺഫേം ആവണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങണം. കൺഫേം ആവണമെങ്കിൽ ഇവിടെ നിന്ന് താഴത്തേക്ക് പോകണം. ഏകദേശം ഈ ഒരു ബേസ്മെൻറ്റിൻ്റെ 127% അല്ലെങ്കിൽ 100% വന്നാലേ കൺഫേം ആവുള്ളൂ. ഈ ഒരു റേഞ്ച് ഫസ്റ്റ് സപ്പോർട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ റേഞ്ച് 25,688. നിലവിൽ നമുക്കുള്ള മെയിൻ സപ്പോർട്ട് 25,850 അത് ഇവിടെ വരാൻ ചെയ്ത് ബ്രേക്ക് ആവും. പക്ഷെ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ ഉള്ളത്, മെയിനായിട്ട് കൺഫ്യൂഷൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വന്ന വരവിൽ ഈ ഒരു ബേസ്മെൻറ്റിനെ റെസ്പെക്ട് ചെയ്ത് ഇത്രയും വരണമെന്നില്ല. ഇതിൻ്റെ ഒരു വേരിയേഷനിൽ എന്തെങ്കിലും ബേസോ കാര്യങ്ങളൊക്കെ വരേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വരേണ്ടതായിരുന്നു. ഇതുവരെ വന്നിട്ടില്ല. ഇതൊരു സസ്റ്റെയിൻ ചെയ്യുന്ന എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. മീൻസ് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരു പ്രൈസ് ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ഉണ്ടാവേണ്ട സ്ഥലത്ത് ചെറിയ റിജക്ഷനുകൾ വന്നിരുന്നായിരുന്നെങ്കിൽ നമുക്കതിനെ യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ഏരിയയിലെങ്കിലും വരേണ്ടതായിരുന്നു. ഇവിടെ ഒരു ഫെയർ ഗ്യാപ്പ്, ഈ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യാതെ പോയതുകൊണ്ടായിരിക്കാം ഇവിടെ വരെ വന്നത്. നാളെ ഇത് നേരെ പൊട്ടി വീഴാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും പ്രഷറിനെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പൊട്ടി വീണ് ഇങ്ങനെ കണ്ടിന്യൂ വരാൻ വെച്ചെങ്കിൽ വലിയ ബാരിഷ്. നമ്മൾ നോക്കി വെച്ചിട്ടുള്ള 1 ഹവറിൻ്റെ ഓൾറെഡി സ്ട്രക്ചർ കംപ്ലീറ്റഡ് ആണ്. മോളിക്ക് ഒരു 26,500 ലക്കിൽ കിട്ടാം എന്ന പ്രതീക്ഷയിലാണ് ഇരുന്നായിരുന്നത്. ഇപ്പോൾ ഇതിൽ 2 പാറ്റേണാണ് മെയിനായിട്ട് നിൽക്കുന്നത്. നമുക്ക് ഇതിനൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഉണ്ട്. പൊതുവെ ഹെഡ് ആൻഡ് ഷോൾഡർ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ ഒരു ഡൗണിങ് വരാറുണ്ട്. പക്ഷേ ഈ ഒരു ഒറ്റ വരവ്, ഈ ലാസ്റ്റിൽ വന്ന ഈ ഒരു വരവ് മാത്രം പ്രൈസ് ആക്ഷൻ ഇല്ലാത്തത് കൊണ്ട് റിജക്റ്റ് ചെയ്ത് കയറിയതിന് ശേഷം ഇറങ്ങാനേ വഴിയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഒരു ട്രേഡ് പറയാനാണെങ്കിൽ, നല്ലൊരു ട്രേഡ് മോഡ് കിട്ടാനാണെന്നുവെച്ചെങ്കിൽ നമുക്ക് പറയാവുന്നത് ഇതിൻ്റെ തന്നെ ഒരു റിജക്ഷൻ വന്നിരിക്കുന്ന ഒരു ഏരിയ ഏകദേശം നാളെ ഇപ്പോൾ കയറിയിട്ട് നാളെ ഒരു പമ്പിങ് ആയിട്ടോ മറ്റോ വരാണെങ്കിൽ ഒരു പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഒരു 26,130 എത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് എത്തുമ്പോൾ നമുക്ക് തിരിച്ച് ഒരു റിജക്ഷൻ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അത് റിജക്ഷൻ ഒരുപാട് കണ്ടിന്യൂ ചെയ്ത് താഴ്ത്തി പോന്നേക്കാം. അതല്ല നമുക്ക് ജെനുവിനായിട്ടൊരു ട്രേഡ് മോഡ് എന്ന് പറയുമ്പോൾ ആ ഒരു റേഞ്ചിൽ നോക്കിയാൽ ഏകദേശം അവിടെ നിന്ന് ഒരു 70 പോയിൻ്റൊക്കെ താഴ്ത്തേക്ക് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ വന്ന റേഞ്ചിൻ്റെ മുകളിലേക്ക് കണ്ടിന്യൂ ചെയ്താൽ ഏകദേശം 70 പോയിൻ്റ് 60 പോയിൻ്റൊക്കെ താഴ്ത്തേക്ക് വരാം. ആ ഒരു വരണ വരവ് നമ്മുടെ എക്സിറ്റ് കഴിഞ്ഞ ശേഷം കണ്ടിന്യൂ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, ഇത് ബ്രേക്ക് ആയാൽ മാത്രം അത് അടുത്ത സ്ട്രക്ചർ ക്രിയേറ്റ് ആയെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്കിതുമ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഈ ഒരു ട്രേഡ് മോഡ് മാത്രം വയ്ക്കാം. ഇപ്പോൾ ഈ ഒരു ബേസ്മെൻറ്റിനെ റെസ്പെക്ട് ചെയ്ത് കയറുകയാണെങ്കിൽ കയറാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഏരിയ എത്തുമ്പോൾ 26,130 ആ ഒരു റേഞ്ച് എത്തുമ്പോൾ ഒരു പുട്ട് ഓപ്ഷൻ കയറും. പുട്ട് ഓപ്ഷൻ ഒരു 10-70 പോയിൻ്റ് താഴ്ത്തേക്ക് വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്ത് മാറിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതാണ് നല്ലൊരു ട്രേഡ് മോഡ് ഇപ്പം നിലവിലുള്ളത്. വേറെ ഒന്നും നമുക്കങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ ട്രേഡ് മോഡുകൾ ഇവിടെ ഇല്ല. നേരെ കണ്ടിന്യൂ ചെയ്യുമെന്നും പറയാൻ പറ്റത്തില്ല. അതിന് ഇനിയും റീടെസ്റ്റ് വരാനുണ്ട്. ഇതിലിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളേക്ക് പറയാൻ ചെയ്യും. മെയിനായിട്ടുള്ള സ്ട്രക്ചർ മനസ്സിലുണ്ടായാൽ മതി. മെയിനായിട്ടുള്ള സ്ട്രക്ചർ ശരിക്കും കഴിഞ്ഞ് നിൽക്കുകയാണ് സംഭവം. ഈ റേഞ്ചിൽ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇവിടുത്തെ ഈ ഒരു റേഞ്ച് കഴിഞ്ഞ് താഴ്ത്തി വന്ന് വീണ്ടും ഒരു റീടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയാൽ സംഭവം ഇതിൻ്റെ ഈ ബേസ്മെൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഏകദേശം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 25,400-430 റേഞ്ച് വരെ എന്തായാലും കിട്ടും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. മിനിമം 25,700, മാക്സിമം പോയാൽ 25,420 ആ ഒരു റേഞ്ച്. അപ്പോൾ അതിങ്ങി വരണ പോലെ നാളേക്ക് പറയുന്നത് ആകെ ഒരു റേഞ്ച് ഒരു ഇതേ ഉള്ളൂ. നേരെ കയറാണെങ്കിൽ, ഇവിടെ നിന്ന് കയറാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ വെച്ചിട്ട് നമുക്ക് എക്സിറ്റ്. ഇവിടെ സ്റ്റോപ്പ് ലോസ് കറക്റ്റ് ഈ ഒരു എഡ്ജിൽ തന്നെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം. 26,214 എന്ന് പറയുന്ന ആ റേഞ്ച് പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആകെ കൊളാപ്സ് ആകും. മെയിനായിട്ടുള്ള എല്ലാ പാറ്റേണുകളും വേരിയേഷൻ വരും. അപ്പോൾ ഇതിനെ നമുക്ക് നല്ല രീതിയിലൊരു വിശ്വസിച്ചിരിക്കാമെന്ന് വിചാരിക്കണം ഈ ഒരു ഭാഗത്ത് നിന്ന് എൻട്രി എടുക്കുമ്പോൾ. ഓക്കെ, താങ്ക് യു.